അബ്രഹാമിന് സന്തതിയായി ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ സന്തതിയായി യാക്കോബ്. ഒരമ്മയുടെ ഉദരത്തിൽ 2 കുഞ്ഞുങ്ങൾ, ഏശാവും യാക്കോബ്. എന്താ യാക്കോബിൻ്റെ പ്രത്യേകത? അവൻ അമ്മയുടെ കൂടെ അങ്ങ് നിൽക്കുക. വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകത്തില്ല, പഠിക്കാനും പോകത്തില്ല. അമ്മച്ച് കൊടുക്കുന്ന പെണ്ണുങ്ങഞ്ഞിയും അച്ചാറും ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ഏശാവിൻ്റെ പരിപാടി, അവൻ വനവേട്ടക്കാരനും മൃഗശാലയാണ്. നെയ്യാറിലും അമ്പൂരിയിലുമല്ല വനവേട്ട ചെയ്തുകൊണ്ടിരിക്കുന്ന. ഒരു സുപ്രഭാത ഭയങ്കര ചൂട് 40. അപ്പോൾ ഏശാവ് പോയിട്ട് വരുന്ന സമയത്ത് ഇവൻ എന്തോ ഇതെന്നറിയാമോ, യാക്കോബ് ജ്യേഷ്ഠാവകാശം തട്ടാൻ നല്ല പയർ പായസവും നല്ല കൊക്കക്കോളയും കൊണ്ടുവന്നു. ഈ കൊക്കക്കോള അവിടെ വെച്ചു, പയർ പായസത്തിൻ്റെ മൂടിയും തുറന്നിട്ടു. ഏശാവ് പറഞ്ഞു, അനിയാ യാക്കോബ്, ഈ പയർ പായസവും കൊക്കക്കോളയും തരും. അവൻ പറഞ്ഞ തരാം ചേട്ടാ, പഴയ നിയമ നിന്റെ ജ്യേഷ്ഠാവകാശം തരണം. ഒന്നേ ഏശാവിൻ്റെ പരാജയം, ഒരു നേരത്തെ ആഹാരത്തിനും വെള്ളത്തിനും വേണ്ടി ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി. 2, ഇപ്പം നമ്മുടെ അപ്പച്ചനായ യാക്കോബിൻ്റെ അപ്പച്ചി ഇസഹാക്കിന് കണ്ണുമണ്ണി. ആ സമയത്ത് ഒരു കാര്യമുണ്ട്, സ്തോത്രം. എന്താ അമ്മച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. ദാണ്ട യാക്കോബേ, റബേക്ക പറഞ്ഞു, എന്താ കാര്യം എന്ന് പറയുമോ, ഈ അപ്പച്ചന് ഇപ്പം നല്ല ചുട്ട അൽപകാമം കുഴിമന്തിയൊക്കെ കിട്ടിയാൽ കൊള്ളാം, വേട്ടയിറച്ചി കിട്ടുക. ഏശാവ് പറഞ്ഞു, ഞാൻ എൻ്റെ കയ്യിൽ തോക്കുണ്ടല്ലോ, ഞാൻ പോയി നല്ല വേട്ടയിറച്ചി കൊണ്ടുവരാം. ഏശാവ് പോയ സമയത്ത് അമ്മ യാക്കോബിനോട് പറഞ്ഞു, അനുഗ്രഹം അപ്പൻ്റെ അവസാന മോമെൻ്റ് മേടിക്കണമെങ്കിൽ നീ എവിടുന്നെങ്കിലും സമൃദ്ധമായ ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. സമൃദ്ധമായ ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഒരു പരിപാടി ചെയ്തു. തൊഴുത്തിലെ മൃഗത്തെ കട്ട് ചെയ്തു, നല്ല മട്ടൻ കറി ഉണ്ടാക്കി. നമ്മളിപ്പോൾ ബിരിയാണിക്ക് എസൻസ് അടിക്കുന്നത് പോലെ നല്ല എസൻസും കുടഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് കറി ശരിയാക്കി. അപ്പോൾ അമ്മ പറഞ്ഞു, ഇത് കൊണ്ട് കൊടുക്കണം. അമ്മയോടവൻ പറഞ്ഞു, അപ്പൻ എൻ്റെ കൈ തടവ്. അമ്മ അതിന് സൊല്യൂഷൻ കൊടുത്തു. ഏശാവിൻ്റെ രോമക്കൊപ്പായ നീ ഇടണം. എന്നിട്ട് അപ്പൻ്റെ അടുത്ത് പോകണം. എന്തൊരു കള്ളനാണെന്നറിയാമോ, അവൻ നേരെ അപ്പൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഒരു സംശയം. അപ്പൻ ചോദിച്ചു, നീ എൻ്റെ ഏകജാതനായ ആദ്യജാതനായ ഏശാവോ? ഈ യാക്കോ പറഞ്ഞുകൊണ്ട് അതേ പപ്പ എന്ന് പറഞ്ഞു. സ്വോത്രം. എന്നിട്ട് അപ്പച്ചൻ കൈ തടവിയ രോമക്കുപ്പായം. ഇത് എവിടുന്ന് കിട്ടിയെന്ന് 2ാമത്തെ കള്ളം. കർത്താവ് പെട്ടെന്ന് തന്നു നല്ല സുന്ദരമായ ഇറച്ചി. സ്വോത്രം. ഇതെല്ലാം അപ്പച്ചൻ ചാക്കിട്ട് വെള്ളവും കുടിച്ചു. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ഈ മകനെ അനുഗ്രഹിച്ചു. 2 കാര്യം. യാക്കോബ് ഇസ്രായേലിലേക്കുള്ള യാത്രയാണ്. അവൻ എന്ത് ചെയ്തെന്നറിയാം? അമ്മയുടെ അടുത്ത് വന്ന് അമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു കുഞ്ഞെ, ഇനി ഇവിടെ നിൽക്കരുത്. നീ അവൻ്റെ ജ്യേഷ്ഠാവകാശം, 2 അനുഗ്രഹം. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കരുത്, സ്ഥലം വിട്ടോണം. അയ്യോ, ഇപ്പം പാലാട്ട് പോകണം കഴിഞ്ഞിട്ട് ഒരു വകയും അറിയാത്തവനായിരുന്നു ഈ ചെറുപ്പക്കാർ. അപ്പോൾ എവിടെ പോയെന്നറിയാം? അമ്മച്ചി ഒരു ലെറ്ററും കൊടുത്തു. ഇന്നത്തെ കാലത്ത് ഒരു വാട്സപ്പും കയ്യിൽ കൊടുത്തു. ഒരു കുപ്പി വെള്ളവും വടിയാട്ടി യാത്ര. രാവിലെ തുടങ്ങിയ യാത്ര. പോയി ആറുകാണി ചെന്ന് അവിടെ ചെന്ന് മലയുടെ അവിടെ വീണ്. അതിൻ്റെ പേരാ ലൂസിൻ്റെ പട്ടണം. പുറകെ നോക്കിയാൽ ഏശാവ്. പോന്ന എവിടെ? ലാബാൻ്റെ വീട്. ഒരു ഗൂഗിൾ പരിപാടിയും കിട്ടുന്നില്ല. അന്ന് രാത്രി അവൻ്റെ പിടികിട്ടി, ഞാൻ എന്തായാലും തീരുമോ. അന്ന് രാത്രി യാക്കോബ് ഒരു കാര്യം ചെയ്തു. കല്ല് തലയണയായി വെച്ചു. അവൻ്റെ കണ്ണുനീർ പടപടാ ഈ കല്ലിനകത്ത് വീഴുവാൻ തുടങ്ങി. എസിക്കകത്ത് റിമോട്ടുമായി ടെലിവിഷനും കണ്ടുകൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ പുറകിൽ, ഏശാവും മുൻപിൽ ലാബാൻ്റെ വീടറിയാതെ അവൻ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ കരയുവാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിൻ്റെ കോവണി അവന് വേണ്ടി ഇറങ്ങി വന്നു. കരമുയർത്തുന്നവർക്കായി പ്രതിസന്ധിയുടെ നടുവിൽ എന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നിന്റെ തലയണയ്ക്കകത്ത് കണ്ണുനീരിറങ്ങുമോ, അന്ന് രാത്രി സ്വർഗത്തിന്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഒരു രാത്രി കൂടി ഗ്രൗണ്ടിൽ പറ, അവങ്കിലേക്ക് നോക്കിയ മക്കൾ പാലാട്ടുകോണത്ത് പ്രകാശിതരായി. ലൂസാകട്ടെ പാലാട്ടുകോണത്താകട്ടെ, നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ സ്വർഗത്തിന്റെ കോവണിക്ക് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നീ തളർന്നവിടെ കിടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സ്വർഗത്തിന്റെ ടാച്ചിങ് ഇറങ്ങി വന്നാൽ നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ഇന്ന് രാത്രി യാക്കോബിന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ആ വചനം ഇന്ന് രാത്രി ഹൃദയങ്ങളിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമായി ഈ പാലാട്ടുകോണത്ത് ദൈവമക്കൾ മാറട്ടെ. സഹോദരി, സ്വർഗത്തിന്റെ കരം ഇറങ്ങി വരും. ബ്രദറെ, എന്ന് രാത്രി കണ്ണുനീരിറങ്ങുമ്പോൾ ഒരു കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. അവൻ ആ കോവണി ഇറങ്ങി വന്നു. സംസാരം തുടങ്ങിക്കഴിഞ്ഞു. അവൻ പറഞ്ഞത് എന്താ? ഞാൻ പോകുന്ന യാത്രയിൽ കൂടെ ഇരിക്കണം, എൻ്റെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുവരണം, കഴിപ്പാനും കുടിപ്പാനും തരണം. അങ്ങനെ വഴി അവന് തുറന്നു കിട്ടി. എവിടെ പോയി? ലാബാന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ആടുമാടുകളും കർഷക സംഘം ഇതെല്ലാം ഉള്ളത്. ഇവൻ ഈ അഭിഷേകമൊക്കെ പ്രാപിച്ചു കോവണി ഇറങ്ങിയതാ. ആ സമയത്ത് ലാബാൻ എന്ത് ചെയ്തു? ആടുമാടുകളുടെ ചുമതലയെല്ലാം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കാര്യങ്ങളെല്ലാം സ്വോത്രം. ഒരു ഡിമാൻഡ് വെച്ചു. ലാബാന് നല്ലൊരു മകളുണ്ടായിരുന്നു. അവളുടെ പേരാണ് റാഹേൽ. 7 വർഷം നീ ജോലി ചെയ്താൽ നിനക്ക് റാഹേലിനെ തരാം. അപ്പോൾ ഇത് കേട്ടപ്പോൾ യാക്കോബിന് ഭയങ്കര സന്തോഷമായി. അവൻ ആടുമാടുകളെ മേറ്റി. ഇപ്പം പ്രാർത്ഥനയില്ല, പാട്ടുമില്ല, ഉപവാസമില്ല. 7 മാസം കഴിഞ്ഞപ്പോൾ ലാബാൻ നല്ല മനുഷ്യനായിരുന്നു. കാര്യം ശരിയാക്കി കൊടുത്ത ഒരു കല്യാണം. രാത്രിയിലായിരുന്നു ആ കാലത്തെ കല്യാണം. അന്ന് രാത്രി കല്യാണം നടന്നു. ആരാ കല്യാണം നടന്നത്?
നടന്നതെന്നറിയോ? റാഗേലല്ലായിരുന്നു, കണ്ണ് മങ്ങിയ ലേഖയെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തു. സന്തോഷമില്ലല്ലോ. രാവിലെ അവൻ തലയെ മുണ്ട് മാറ്റി നോക്കിയപ്പോൾ റാഗേലല്ല ലേയ. ഇന്ന് രാത്രി മനസ്സിലാക്കണം, കൊടുത്ത ഒറ്റശേഖരമംഗലത്തല്ല ബാംഗ്ലൂരും കിട്ടും. സന്തോഷമില്ലല്ലോ. വചനം മനസ്സിലാകുന്നവർക്കായി. ഈ യാക്കോബ് ആരായിരുന്നു? കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഡിഗ്രി പഠിച്ചവനായിരുന്നു. പക്ഷേ അവൻ്റെ ആ അമ്മായിയപ്പൻ ലാബാൻ കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടത്ത് നിന്ന് PhD മേടിയവനായിരുന്നു. സന്തോഷമില്ലല്ലോ. യവനെ കുപ്പിയിലാക്കിയതാ. മനസ്സിലാകുന്നവർക്കായി. ഇന്ന് രാത്രി കണ്ണ് മങ്ങിയ അപ്പനെ പറ്റിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ പച്ചക്കിട്ട് വെട്ടി. സന്തോഷം കണ്ടു. കൊടുത്താൽ കിട്ടും മക്കളെ. അതിനെല്ലാം മറുപടി ഉണ്ട്. നീ വിതയ്ക്കുന്നത് നീ തന്നെ കൊയ്യും. ബൈബിളിനകത്ത് കണ്ടു. അപ്പോൾ അമ്മായിയപ്പനോട്ട് വഴക്കുണ്ടാക്കി. എന്നാ പറഞ്ഞ് നിൽക്കാൻ പറഞ്ഞു. 7 വർഷം കഴിഞ്ഞു, റാഖേലിനെ കിട്ടി. അതിനുശേഷം 2 പെണ്ണുങ്ങളെയും കൂടെ കിട്ടി. ബിൽഗാസിൽ 20 വർഷം പോയി. സ്വോത്രം. ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ആയി, 10-15 കുഞ്ഞുങ്ങളൊക്കെ ആയി സന്തോഷമായിട്ടിരിക്കുക. ആ സമയത്താണ് ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പം കാനഡയിലും UK പോയാൽ ലാബാൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ പോയെന്നറിയാമോ? വെളിനാട്ടിൽ പോയ കുഞ്ഞുങ്ങൾ മടങ്ങി വന്നു. ഇവിടെ വന്ന് ഒറ്റശേഖരമംഗലം മണ്ഡപത്തിൻകടവ് ലാബാൻ്റെ പ്രോപ്പർട്ടി നോക്കിയപ്പോൾ ഈ യാക്കോബ് കള്ള വിൽപ്പത്രം എഴുതി എല്ലാം അടിച്ചു മാറ്റി. സന്തോഷമില്ലല്ലോ. ബാങ്കിൽ കിടന്ന പേപ്പറെല്ലാം ഇവൻ മാറ്റി. കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമായി. കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ചെറുപ്പക്കാർ കാണിക്കുന്ന പോലെ കത്തി കാണിക്കാൻ തുടങ്ങി. അപ്പൻ്റെ രവീച്ച് രഹസ്യവും പറഞ്ഞു. അപ്പൻ എന്തോ ചെയ്തെന്നറിയാമോ? ഇപ്പോൾ അപ്പൻ്റെ മുഖവും റെഡിയല്ല. അപ്പം യാക്കോബിനെ പിടികിട്ടി ഏത് സമയത്തും അടി വീഴും. അങ്ങനെ ഇപ്പോൾ കുഞ്ഞുങ്ങൾ UK വന്ന പിള്ളേർ ഊട്ടിയിലും കൊടൈക്കനാലിലും പോയി. ലാബാൻ ആടുകളുടെ രോമം കത്തിരിക്കാൻ പോയി. 2 ഇന്നോവ ഉണ്ടായിരുന്നു. ഭാര്യമാരെ കുഞ്ഞുങ്ങളെയും വിളിച്ചുകൊണ്ട് എവിടെ വന്ന്? നെയ്യാറിൻ്റെ കരയിൽ വന്ന്. അതാ യാബോക്കിൻ്റെ കടവ്. യാബോക്കിൻ്റെ കടവിൽ അവൻ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവൻ അക്കരെ കയറാൻ വയ്യ. പെൺപിള്ളാരെ അക്കരെ കയറ്റിവിടാം. പക്ഷേ അന്ന് ഒരു മൽപ്പിടുത്തം നടത്തി. ഒരു ദൂതൻ, അന്ന് ആൾ കുറഞ്ഞ സമയമാണ്. യാബോക്ക് കടവ് ഒരു ദൂതന് വന്നു. അവനുമായിട്ട് മൽപ്പിടുത്തം നടത്തിയിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? ദൂതൻ ആരുമായിട്ട്? യാക്കോബോട്ട് മൽപ്പിടുത്തം നടത്തി. അവൻ കാലിൻ്റെ തൊടവിടാതിരുന്നു. ഉഷസാകുന്നത് വരെ മൽപ്പിടുത്തം. അവസാന ദൂതൻ ചോദിച്ചു, കുഞ്ഞേ നിന്റെ പേരെന്തുവാടാ? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പേര് യാക്കോബാ. ഉൽപ്പത്തി 32:27. നിന്റെ പേരിന് യാക്കോബെന്നല്ലോ. അപ്പനീ സ്വർഗത്തോട് മനുഷ്യനോട് മല്ല് പിടിച്ചതുകൊണ്ട് നിന്റെ പേര് ഇസ്രായേൽ. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അവിടെ തുടങ്ങുക ഈ ജെറുസലേം. അല്ലാതെ മനോരമക്കാരനും ഏഷ്യാനെറ്റും പറയുന്നതല്ല ഇസ്രായേൽ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഭാഗമുണ്ട്. യാബോക്ക് കടവിൽ വരുമ്പോൾ ഇവനൊരു പേടി ഉണ്ടായിരുന്നില്ല. ആരാ? ഏശാവ് വരുമെന്ന്. ഇവൻ ഭയങ്കര ചതിയനാ. റാഖേൽ നല്ല പെങ്കൊച്ചായിരുന്നു. അവളെ മുമ്പിൽ നിർത്തിയില്ല. ആരെ നിർത്തി? കണ്ണ് മങ്ങിയ ലേയെ മുൻപിൽ നിർത്തി. ഏശാവ് വാളുമായിട്ട് വന്നാൽ ആദ്യം എവളെ തട്ടിയാലും കുഴപ്പമില്ല, റാഖേൽ എൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന്. സന്തോഷം കണ്ടോ? യവനാ ചതിയൻ ചന്തു യാക്കോബ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇപ്പോൾ അവർ ഒരു ജാതിയായി. യാക്കോബിൻ്റെ തലമുറ യോസഫ് അവസാനം എവിടെ ചെന്നറിയാം? മിസ്രയീമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പനെ കൊണ്ടുപോകാൻ രഥങ്ങൾ വന്നു. ഇവർ മിസ്രയീമിൽ ഒരു ജാതിയായപ്പോൾ ഒരു യഹൂദൻ 10 പേരെ കൊല്ലുമെന്നറിയാം. അപ്പോൾ ഫറവോൻ ഒരു കൽപ്പന, എബ്രായ കുടുംബത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ കൊല്ലുവാൻ. അതിൽ നിന്ന് ഒരുവനെ ദൈവം തിരഞ്ഞെടുത്ത് മോശയാൽ ഇസ്രായേൽ ജനം അവിടെ പടർന്നു. 1 യാക്കോബിന്റെ പേര്, 2 അവർ ഒരു ജനമായി. യോസഫിന്റെ നേതൃത്വത്തിൽ അവർ മിസ്രയീമിൽ വന്നപ്പോൾ ഒരു ജാതിയായി. ഫറവോന്റെ അടിമത്തം, കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാർ, അവരുടെ നിലവിളി ഞാൻ കണ്ടു, കഷ്ടത ഞാൻ കേട്ടു. തീർന്നില്ല. 30 ലക്ഷം ജനം ആഴമേറിയ ചെങ്കടൽ കടന്നു. മോശ അവിടെ പോയി. അതിനുശേഷം 2 പേരെ മാത്രം, നമ്മുടെ യോശുവയും കാലേബും, അവർ മുന്തിരിക്കൊല വെട്ടിക്കൊണ്ടൊരു ദേശത്ത് വന്നു. ആ ദേശമാ ഇസ്രായേൽ ദേശം അവരുടെ കൈകളിൽ. അന്ന് ആദ്യമായി ഒരു രാജാവിനെ കിട്ടി. ആദ്യത്തെ രാജാവ്? കഴുതി അന്വേഷിച്ച് പോയ ശൗലിനെ പിടിച്ച് ഇസ്രായേലിന്റെ രാജാവ്. ബൈബിളും ചരിത്രവും 40 വർഷം. രണ്ടാമത്തെ സംഭവം, അടുത്ത 40 വർഷം ദാവീദ്. അതിനുശേഷം ദാവീദിന്റെ സന്തതിയായി ഒരുവൻ ഇസ്രായേലിൽ ഭരിച്ചു, ശലോമോന് ശേഷം വീണ്ടും ഒരു രാജാവ് എന്ന രഹാബായാം. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ വെട്ടിമുറിക്കപ്പെട്ടു. ജെറുസലേം 1 ഇസ്രായേൽ, അതിന്റെ തലസ്ഥാനമാ ശമരിയ. 2 യഹൂദിയുടെ തലസ്ഥാനം ജെറുസലേം. ഈ ജെറുസലേമിലെ അന്തിമ യുദ്ധം. എന്നിട്ട് ഇന്ന് രാത്രി അവിടെ ജെറുസലേമായി 19 ഗോത്രങ്ങൾ, അല്ല 19 ഭരണാധികാരികൾ ജെറുസലേം. അത് കഴിഞ്ഞ് 3 ഭരണാധികാരികൾ യഹൂദിയിൽ. 21 പേർ ഈ രണ്ടിടത്തായി ഭരിച്ചു. അങ്ങനെയെങ്കിൽ ബൈബിളിലെ കാലങ്ങൾ മാറി. തലതങ്കൻ നെബൂഖദ്നേസർ, നെഞ്ചും കൈയും വെള്ളി കൊണ്ട് ദാര്യാവേശും ഘോരശും, അരഭാഗം ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ, ഇരുമ്പിന്റെ കാലിനത്തോടെ. അന്ന് യേശു ക്രിസ്തു ഭൂതലത്തിൽ
വെളിച്ചത്തിൽ വരുന്നത് റോമിന്റെ ഭരണകാലത്ത്. അന്നത്തെ വിഷയം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ഏവർക്കും അറിയാം. യേശുവിന്റെ ക്രൂശീകരണം. മത്തായി 27-25 വീട്ടിൽ ചെന്ന് വായിക്കണം. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറമേലും വന്ന് ഭവിക്കട്ടെ. എന്താ സംഭവിച്ചതെന്നറിയാമോ? ലോകത്തിന്റെ 5 വൻകരകളിലേക്ക് യൂതൻ ചിതറി. 1914 മുതൽ 17 വരെ 1-ാം ലോകമഹായുദ്ധം. അവർ മടങ്ങി തുടങ്ങി. 1948 മെയ് 14 മടങ്ങിപ്പോയി യഹൂദൻ ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തി, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളിർത്തു, കൊമ്പിളതായി, കരമുയർത്തുന്നവർക്കായി. അന്നാണ് ഇസ്രായേൽ രാഷ്ട്രം രൂപമാകുന്നത്. അത്തി മുതലായ വൃക്ഷങ്ങൾ. ഇനി ആ ചരിത്രം എന്തുകൊണ്ട്? അന്ന് ഇസ്രായേൽ രൂപീകൃതമാകുമ്പോൾ 20,750 കിലോമീറ്ററുള്ള ഇസ്രായേൽ, കേരളത്തിൻ്റെ 6 ജില്ലയുടെ വകുപ്പ്. അതിൻ്റെ അപ്പുറത്ത് പലസ്തീനുണ്ട് 6,750 കിലോമീറ്റർ. 6,750 കിലോമീറ്റർ പലസ്തീൻ. അതിനോട് ചേർന്ന് കിടക്കുന്നത് ഏറ്റവും നിർണായകമായ റമല്ല. അതിനോട് ചേർന്ന് കിടക്കുന്ന റമല്ല കഴിഞ്ഞിട്ട് വേറൊരു സംഭവമുണ്ട്. പലസ്തീൻ്റെ അടുത്ത് ഇപ്പുറത്ത് 374 കിലോമീറ്റർ കിടക്കുന്ന ഗാസ. ഒന്നിൽ റമല്ലയുണ്ട് 6,750 കിലോമീറ്ററിനകത്ത് കിടക്കുന്നത് റമല്ല. ഇപ്പുറത്ത് കിടക്കുന്ന ഗാസയുടെ അതിർത്തിയ ഈജിപ്തിൻ്റെ ഇന്നത്തെ കാണുന്ന അടി നടക്കുന്ന റാഫ. ഇവിടുത്തെ അടിയ എന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രയേലിൻ്റെ നടുവിൽ ഒരു 671 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാ ജെറുസലേം. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രമാകും. പരിഭ്രമപാത്രമായി അത് മാറിക്കഴിഞ്ഞു. 1948 മെയ് 14 671 കിലോമീറ്റർ അവരുടെ കയ്യിലായി. അത് കഴിഞ്ഞിട്ട് 1967 അറബ് ഇസ്രായേൽ വാർ. 6 ദിനം എല്ലാവരെയും പരാജയപ്പെടുത്തി ജെറുസലേം അവരുടെ കയ്യിലാക്കി. പരിഭ്രമപാത്രം. 3 ഇന്നത്തെ പ്രഭാഷണം. ഭാരമുള്ള കല്ലായി ജെറുസലേം മാറി. 15 കാര്യങ്ങളാ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ. അന്തിമ യുദ്ധം ഇതിനേക്കാൾ. ദാണ്ട് ഇസ്രായേൽ ഇറാൻ പോകുന്ന ഇനി പടപട വാക്യം വായിക്കും. അന്നത്തെ ജെറുസലേം ആദ്യം മെയ് 14 48 ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തിയപ്പോൾ അന്നത്തെ തലസ്ഥാനം ടെൽ അവീവ് മാറി. ദാണ്ട് ജെറുസലേം ഇന്ന് അവരുടെ തലസ്ഥാനമായി മാറി. 2 ഏറ്റവും നിർണായകമായി ലോകം വിട്ടുനിന്നു. ജെറുസലേമിൽ US എംബസി. ആര് തുറന്ന എംബസി? ട്രംപ് തുറന്നു കൊടുത്തു. ഭാരമുള്ള കല്ല്. സെക്രട്ടറിയാവ് പറഞ്ഞത്. ഇനി ആ ജാതികൾ, ഇസ്രയേൽ ഇനി ജൂതരാഷ്ട്രം, ആർക്കും അവനോട് മറുതലിക്കാൻ പറ്റത്തില്ല. 4 ജെറുസലേമിന്റെ പ്രത്യേകത. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. 3 മതങ്ങളുടെ സംഗമഭൂമി. ഇസ്ലാം മതം, ക്രൈസ്തവ മതം, യഹൂദൻ. അത് കഴിഞ്ഞിട്ട് 5-ാമത്തെ കാര്യം പുണ്യ കേന്ദ്ര ഹോളി ലാൻഡ്. 6 മക്ക മദീന കഴിഞ്ഞാൽ യഹൂദന്റെ ഏറ്റവും നിർണായകമായ സ്ഥലമാ ജെറുസലേം. അവിടെ അലക്സ പള്ളി. 7 മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്തെന്ന് ഇസ്ലാം പറയുന്നു. പക്ഷെ അതല്ല അതിൻ്റെ ശരി. അബ്രഹാം ഇസഹാക്കിന് യാഗം കഴിപ്പിച്ചൊരു പാറയുണ്ട്. അതിൻ്റെ പേരാ ഡോം ഓഫ് റോക്ക്. അതിന്നവർ കൈക്കലാക്കി. 7, 8 ലോക ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായി ഏകദേശം 60 പ്രാവശ്യം യുദ്ധമേറ്റ സ്ഥലം. 9 ഏറ്റവും നിർണായകമായി 43 പ്രാവശ്യം ജനം ഓടി. ആ 10-ാമത്തെ കാര്യം 23 പ്രാവശ്യം രക്തമൊഴുകിയ പട്ടണമാ ജെറുസലേം. അത് കഴിഞ്ഞ് 11-ാമത്തെ കാര്യം യേശുവിൻ്റെ ക്രൂശീകരണം ഇവിടെ. യേശുവിൻ്റെ അമ്മ മറിയയുടെ കല്ലറ ഇവിടെ. യേശുവിൻ്റെ തൈലലേപനം നടന്ന ഇവിടെ. യേശു തുവന്ന കിദ്രോൻ തോട് ഇവിടെ. അത് കഴിഞ്ഞ് യഹൂദന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തൊരു ചെറുപ്പക്കാരനുണ്ട്. അവൻ്റെ പേരാ തിയോഡർ ഹെർസൺ. ചോദിക്കും, PSCക്കും വരും. ഇനി ഇസ്രായേലിലെ കാര്യം ഇന്ത്യക്കാർ കൊണ്ടുവരും. തിയോഡർ ഹെർസൺ. യവൻ്റെ കല്ലറ ഇവിടെ. ഈ സ്ഥലത്തിന് വേണ്ടിയ അന്തിമ അടി നടക്കുന്നത്. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്. ഇത്രയും നിറവേറി. ഇന്ന് രാത്രി ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. അതാ ഇന്നത്തെ പ്രസംഗം. കടക്കാം. അതിനാസ്പദമായി ഇനി പടപട വാക്യങ്ങൾ. ഇവിടെ ഒരു യുദ്ധം ഇപ്പോൾ നടക്കുന്നു. അതിൻ്റെ പേര് റഷ്യ ഉക്രൈൻ യുദ്ധം. എല്ലാവരും ശ്രദ്ധിക്കണം. എന്താ റഷ്യ ഉക്രൈൻ യുദ്ധം? ലോകത്തിലെ 2 വൻശക്തികൾ. 1 അമേരിക്ക, 2 യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക് അഥവാ ഇന്നത്തെ റഷ്യ. റഷ്യയുടെ പ്രത്യേകത എന്താ? 1987 റഷ്യയിൽ ഒരു ഭരണാധികാരി വന്നു. ആരാണെന്നറിയാമോ? ഏറ്റവും നിർണായകമായി വ്ളാഡിമിർ ഗർബച്ചോവ് റഷ്യയുടെ പ്രസിഡന്റായി വന്നു. അദ്ദേഹത്തോട് ആൾക്കാർ പറഞ്ഞു, സാറേ ഈ റഷ്യ വെട്ടിമുറിക്കണം. ഇനി ഇവിടെ എല്ലാവർക്കും ആഹാരവും വെള്ളവും കൊടുക്കാൻ പറ്റത്തില്ല. അന്നാണ് റഷ്യ വെട്ടിമുറിക്കപ്പെട്ടത്. പുറകെ വായിച്ചു തരാം. ആരായിട്ട്? 15 റഷ്യ ദൈവം വെട്ടിമുറിച്ചു. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ, ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, ബെലാറസ്, അർമേനിയ, ജോർജിയ, ചെച്ചിനിയ, ക്രിമിയ, സൈബീരിയ. ഇതെല്ലാം റഷ്യ എന്ന് പോയ 15. പുറകെ വായിക്കുമ്പോൾ മനസ്സിലാകും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. 26 മാസം കഴിഞ്ഞു. തിരുവനന്തപുരംകാർ ശ്രദ്ധിക്കണം. നിങ്ങളുടെ പത്രത്തിൽ എന്നും റഷ്യ ഉക്രൈൻ. ഇന്ന് 2013 ഉക്രൈനിൽ ഒരു ഭരണാധികാരി വന്നു, യഹൂദൻ സെലൻസ്കി. അവൻ അമേരിക്കയോട് ചേരാൻ തുടങ്ങി. നടന്നില്ല. 16 ബൈഡനോട് പറഞ്ഞു, തീർന്നില്ല. 20 യൂറോപ്യൻ യൂണിയനകത്ത് അവൻ ചാടാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ റഷ്യയുടെ സകല രഹസ്യങ്ങളും ചോരും.
റഷ്യയുടെ കസ്റ്റഡിയിൽ നിന്ന് ഈ ഉക്രൈൻ കൂടെ കിടന്നെങ്കിലും പോയാൽ അത് അവന് കുഴപ്പമായിട്ട് വരും. അന്ന് തുടങ്ങി ഈ പ്രശ്നമാ. 2022 ഫെബ്രുവരി മാസം 24 തീയതി മുതൽ ആക്രമണം ആരംഭിച്ചു. എന്തിനു വേണ്ടി? റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. ഒരു ചാനലുകാരും പറയത്തിൽ എഴുതിക്കോ. 1, ലോകത്തിൽ ഏറ്റവും നല്ല വെള്ളം കിട്ടുന്ന നദി നിപ്പർ നദി ഉക്രൈനിൽ. 2, ഏറ്റവും നല്ല ഗോതമ്പ് റഷ്യ കഴിഞ്ഞാൽ കിട്ടുന്ന സ്ഥലമായിരുന്നു ഉക്രൈൻ. ഉക്രൈനുമായിട്ട് അടി തുടങ്ങിയതിൻ്റെ പിറ്റേന്ന് നമ്മുടെ റേഷൻ കടയിൽ ആട്ടപ്പൊടി പോയി. കരം ഉയരുന്നില്ലല്ലോ, സന്തോഷമില്ലല്ലോ. ഇപ്പം ആട്ടപ്പൊടി ആർക്കെങ്കിലും കിട്ടും അമ്മമ്മ? ഇത് ഉക്രൈനുമായിട്ട് അടി തുടങ്ങിയത് അന്നാ പോയത്. സ്വത്രം. 3, റഷ്യയിലെ ആണവ നിലയമാ ഏത് ചൊർണോബ് ഇന്നത് കത്തിക്കടക്കുക. ഇവിടേക്ക് ഉക്രൈൻ ഒരു ആണവലയുണ്ട്, സഫ്രോഷ്യ ആണവ നിലയം. ഇത് പിടിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ 26 മാസമായിട്ട് അടി നടക്കുന്നത്. പക്ഷെ ഇത് പിടിക്കത്തില്ല. ഈ ആക്രമണം എവിടെ? ഇസ്രയേലിലേക്ക് പോകും. ഇനി പടപടാ വാക്യങ്ങൾ. 4ാമത്തെ സംഭവം. 1, ഇസ്രയേൽ. 2, പരിഭ്രമപാത്രം. 3, ഭാരമുള്ള കല്ല്. 4, ജാതികൾ വിരോധമായി. ഒരു എസ്സേ പോലെ ഇന്ന് രാത്രി എഴുതിക്കോ. വായിക്കാം. എസെക്കിയേൽ പ്രവചനം 39:1-2. പടപടാ നമുക്ക് മുൻപോട്ട് പോയ എസെക്കിയേൽ 39:1-2. അല്ലയോ നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. എല്ലാവരും ശ്രദ്ധിക്കണം. ഗോഗ് ആരാന്നറിയാമോ? ഈ നോഗയ്ക്ക് 3 മക്കളുണ്ടായിരുന്നു, ശേം, ഹാം, യാഫേത്ത്. അതിലൊരു തലമുറയ മാഗോഗ്. ഉൽപ്പത്തി 10:2. ഈ മാഗോഗ് കുള്ളന്മാര് 4 പേരാ. 1, ചൈന. 2, കൊറിയ. 3, തൈവാൻ. 4, ഫിലിപ്പൈൻസ്. 5, ജപ്പാൻ. യവന്മാരെ 3 കണ്ട ഒരച്ചിട്ട് വാർത്തിരിക്കുന്നല്ല. പരിപ്പുവട, ഉണ്ണിയപ്പം, നെയ്യപ്പം പോലെ ഇരിക്കുന്നു. സന്തോഷമില്ലല്ലോ. ഇതിൽ നിന്ന് ചാടിയവന ഇന്നത്തെ റഷ്യ മാഗോഗ്. ആ മാഗോഗിൽ നിന്ന് ഇറങ്ങിയവന ഗോഗ്. ഇന്നത്തെ റഷ്യയെ വായിച്ചാട്ട് ഞാൻ നിനക്ക് വായിച്ചാട്ട് മക്കളെ. രോഷ്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. രോഷ് റഷ്യ. മേശക്ക് മോസ്കോ. അടുത്തത് ടൂബല. ഇന്നത്തെ സൈബീരിയയുടെ തലസ്ഥാന ടുബാസ്കോ. ടൂബൽ എന്നിവയുടെ പ്രഭുവായ റഷ്യയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. അവൻ ഇന്ന് ലോകരാജ്യങ്ങൾ വിരോധം ഉക്രൈനെ അടിക്കുന്നുണ്ട്. എല്ലാവരും റഷ്യയെ കുറ്റപ്പെടുത്തുക. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. അടുത്ത വാക്ക്. ഞാൻ നിന്നെ വഴിതെറ്റിച്ച്. ഈ യുദ്ധം നിന്നെ വഴിതെറ്റിക്ക്, റൂട്ട് മാറ്റും. വഴിതെറ്റിച്ച് നിന്നിൽ ആറിലൊന്ന് ശേഷിപ്പിക്കും. റഷ്യയില് 6 രാജ്യങ്ങളുടെ ഇടയിൽ കൂടി കൊണ്ടുപോകും. ആരാ? 6. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ. ഉക്രൈൻ വഴി നിന്നെ കൊണ്ടുപോകാൻ പോകും അന്തിമ യുദ്ധത്തിൽ. അപ്പൊ കമ്മ്യൂണിസ്റ്റ് റഷ്യ വെട്ടിമുറിക്കുമെന്ന് സഖാവ് പിണറായിക്ക് അറിയത്തില്ലായിരുന്നു, AKGക്ക് അറിയത്തില്ലായിരുന്നു, VS അറിയത്തില്ലായിരുന്നു, സീതാറാം യെച്ചൂരിക്കും അറിയത്തില്ല, ഇവിടുത്തെ ഒരു ചാനലുകാർക്കും അറിയത്തില്ല. പക്ഷെ ഞങ്ങളുടെ ബൈബിളിനകത്ത് കരമുയർത്തുന്നവർക്ക് ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് എഴുതി നിന്നെ 6 the part of 15 divided the portion of 6. 6 കൂടി നിന്നെ ഞാൻ വഴി കടത്തും. എവിടെ കൊണ്ടുപോകുന്നറിയാമോ? ഇസ്രായേൽ പർവ്വതനിരങ്ങളിൽ. വായിച്ചാട്ടെ മോളെ. ഇതാ യഹോവയുടെ വചനം. വായിച്ചാട്ടെ. നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച്. വടക്കേ അറ്റം നിന്നെ സിറിയയുടെ മണ്ടയിൽ കൊണ്ടുവരും. ഗോലാൻ കുന്നുകൾ. അവിടെ നിന്ന് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. കരമുയർത്തിയാട്ടെ ഈ യുദ്ധം എത്താൻ പോകുന്നത് ഇസ്രായേലിലേക്ക്. അതുകൊണ്ട് അമ്മാമ്മ 27 മാസമായിട്ട് റഷ്യ ഉക്രൈൻ തീരുന്നില്ല. ഞാൻ എന്ന് വെള്ളറട തീപ്പട്ടി കമ്പനി എൻ്റെ കൂടെ സോമൻ പാസ്റ്ററും നമ്മുടെ ഷാജി പാസ്റ്റർ വരുന്നു. കൂടെ കൺവെൻഷൻ നടത്തിയ ക്രിസ്തുദാസ് പാസ്റ്റർ നിത്യതയിൽ പോയി. അന്ന് തൊട്ട് തുടങ്ങിയത് ആടി പാസ്റ്റർ. ഇന്ന് വരെ തീർന്നിട്ടില്ല. യോഗ ഇവിടെ നടക്കുന്നു. അന്ന് തൊട്ട് തീപ്പട്ടി കമ്പനി ഞാനതാ പ്രസംഗിച്ചാജ് അതിൻ്റെ ഒരു ഭാഗം വിട്ടു. അതിൻ്റെ നൂതനമായ കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഇന്ന് രാത്രി കേട്ടോ മക്കളെ, ഇത് അവസാനം ഇസ്രായേൽ പർവ്വത നിരകളിലെത്തിക്കും. റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും. അങ്ങനെയെങ്കിൽ റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കൂ. എസെക്കിയേൽ പ്രവചനം 38:7-8. ഇന്നത്തെ പത്രവാർത്തയാണ്. ഉടനെ ഞാനിപ്പോൾ പലസ്തീനിലേക്ക് വരും. എസെക്കിയേൽ 38:7-8 വാക്യം വായിച്ചാട്ട് ഞാൻ അടുത്ത വാക്ക്. ഒരുങ്ങിക്കൊള്ളുക ലോകം. അടുത്തത്. നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന. റഷ്യയുടെ അടുക്കൽ കൂടിയിരിക്കുന്ന കുറെ പേരുണ്ട്. ഇന്നത്തെ ഹമാസുകാരെല്ലാം പോയിരിക്കുന്ന റഷ്യയിലേക്ക്. അടുത്തത്. നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുക. നീ അവർക്ക് മേധാവിയായിരിക്കും. റഷ്യ അവർക്ക് മേധാവിയായിരിക്കും. അടുത്ത വാക്ക്. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. We are saying in this night latter days Israel and Russia visited. നീ സന്ദർശിക്കപ്പെടും. അടുത്ത വാക്ക്. വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ. കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്നും ആഫ്രിക്കയിലെ നൈജീരിയയിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടക്കുന്നു. അറബി ഒട്ടകം ഓടിച്ച് മൂങ്ങ മൂളിയും കടന്ന ഇസ്രായേൽ. വായിച്ചാട്ട് മോളെ. ഇസ്രായേൽ
പർവ്വതങ്ങളിൽ ആ തന്നെ കരമുയർത്തിയാട്ട അന്തിമ ദിനം വരാൻ പോകുന്ന ഇസ്രായേൽ പർവ്വതം. അതുകൊണ്ടായി 24 ഏഷ്യാനെറ്റും എല്ലാം ഇത് പറയുന്നത് അന്തിമമായിട്ട് ഇസ്രായേലിലേക്ക് വരുമെന്ന്. അങ്ങനെയെങ്കിൽ ലോകം രണ്ട് ചേരിയിലാവുമോ? വായിക്കാം എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ. റഷ്യയോടുകൂടെ ആരൊക്കെ, അതുപോലെ തന്നെ അമേരിക്കയോട് ചേർന്ന് ആരൊക്കെ? എസെക്കിയേൽ 38 5-6 വാക്യങ്ങൾ. അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം പാർസികൾ. ആരാ പാർസികൾ? അവരാ ഇന്നത്തെ ഇറാനും അഫ്ഗാനിസ്ഥാനും. കരമുയർത്തിയാട്ടെ റഷ്യയോടുകൂടെ നിൽക്കുക. ഇതാ പേർഷ്യൻ രാജ്യങ്ങൾ, അഫ്ഗാനും ഇറാനും, ഇതെല്ലാം അന്ത്യകാല സംഭവം. അവരോടുകൂടെ പാർസികൾ. അടുത്തത് എത്യോപ്യ രാജ്യം. വായിച്ചോ? പൂത്യർ ലിബിയ രാജ്യം. തമിഴ് ബൈബിളി അതുപോലെ തന്നെ മലയാളത്തിലെ ഒരു മാറ്റം. കൂശ്യർ, എത്യോപ്യ, പൂത്യർ, ലിബിയ. അടുത്തത് ഗോമേർ. ആരാ? യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഒരുത്തൻ മതിൽ ചാടും. സ്വോത്രം. ഇപ്പൊ 12 അതിൽ ഒരുത്തൻ മതിൽ ചാടും. അടുത്തത് അവരോടുകൂടെ വായിച്ചോട്ടെ. അവരുടെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോകർമാഗ്രഹം. ആരാ തോകർമാഗ്രഹം? ഇന്നത്തെ തുർക്കി ആരോട് ചേരുമെന്നറിയാമോ? മനസ്സിലാക്കണം. അവൻ റഷ്യയോട് ചേരും. ഇന്ന് തുർക്കിയിൽ ഒരു ഭരണാധികാരി ഉണ്ട്. അവന്റെ പേര് രജബ് തൊയ്യിബ് എർദോഗൻ. കേൾക്കണം. ഇവൻ ആരാ? ഇവൻ വന്നപ്പോ ഒരു കാര്യം ചെയ്തു. ഒരു പള്ളി അങ്ങ് പിടിച്ചു, ഹാഗിയ സോഫിയ. കരമുയർത്തുന്നവർക്കായി പത്രത്തിനകത്ത് വാർത്ത ഉണ്ടായിരുന്നു. തുർക്കിയിലെ തൊയ്യിബ് എർദോഗൻ രണ്ടാമത്തെ പള്ളി പിടിക്കാൻ പോയപ്പോഴാണ് പ്രശ്നമായത്. അങ്ങനെയെങ്കിൽ യേശു വരുന്നതിന് മുമ്പ്, സ്നാപക യോഹന്നാൻ വന്നതുപോലെ എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് വഴിത്താരി ഒരുക്കുന്നവനാ തുർക്കിയിലെ തൊയ്യിബ് എർദോഗൻ. അപ്പോൾ ഒരു ചേരിയായി അഫ്ഗാൻ, അതിനുശേഷം ഇറാൻ, അതിനുശേഷം കൂശ്യർ, പൂത്യർ, എത്യോപ്യ, ലിബിയ, യൂറോപ്യൻ യൂണിയനിൽ ചാടുന്ന രാജ്യം. അതിനുശേഷം എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളും തുർക്കിയുടെ നേതൃത്വത്തിൽ വരും. ഈ സംഭവം കരം കൊടുത്ത് 4 പേരും ഇങ്ങനെ പറഞ്ഞു, നമുക്കൊരുമിച്ച് നീങ്ങാം കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ ആക്രമണം നടന്നപ്പോൾ റഷ്യ പറഞ്ഞു, കാര്യങ്ങൾ കൈവിടപ്പെട്ടു പോയാൽ ഒരു 3-4 ലോകമഹായുദ്ധം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കരമുയർത്തുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് അമേരിക്ക പറഞ്ഞൊരു കാര്യമുണ്ട്. ഇസ്രയേലിനോട് പറഞ്ഞ, ഈ സമയത്ത് നീ ഒന്നും ചെയ്യരുത്, കാര്യങ്ങൾ കൈവിടപ്പെട്ടു. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ ഈ പാലാട്ടുകോണത്ത് പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ കാന്തന്റെ വരവ് ഏറ്റവും അടുത്തുപോയി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന്, ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പി, അതിന്റെ കൊമ്പിളത ഇല തളിർക്കുമ്പോൾ വേനൽ. എല്ലാ ദിവസവും ഇസ്രായേലിനെ പറ്റി. അങ്ങനെയെങ്കിൽ ഒരു കൂട്ടം രാഷ്ട്രങ്ങൾ ശരിയായി. രണ്ടാമത് ഇന്ത്യക്കാരും ഇലക്ഷൻകാരും കേൾക്കാം ഇന്ന് രാത്രി. അപ്പോൾ ഇസ്രായേലിന്റെ കൂടെ ആരൊക്കെ? എസെക്കിയേൽ പ്രവചനം 38:13. എസെക്കിയേൽ പ്രവചനം 38-ന്റെ 13-ാമത്തെ വാക്യം കുഞ്ഞു വായിച്ചാട്ടെ. ഇസ്രായേലിന്റെ കൂടെ ആരൊക്കെ? വായിച്ച് സഹായിക്കാം. ശെബയ, യമൻ രാജ്യം. ഇനി ഞാൻ പാലാട്ടുകോണത്ത് വന്നില്ലെങ്കിൽ നിങ്ങൾ കേൾക്കണം. ഇവിടെ ഗൾഫിൽ പോയ പലരും കാണും. സൗദി അറേബ്യയിൽ ഒരു എണ്ണ കമ്പനി ഉണ്ട്, അരംകോ. അതിന് ഇന്ന് യമനിലെ ഹൂത്തി വിമതർ ഭീഷണിയാണ്. അങ്ങനെയെങ്കിൽ യമനെ ആരടിച്ചൊതുക്കും? അമേരിക്കയും ബ്രിട്ടനും അടിച്ചൊടുക്കി കയ്യിലാക്കും. ഇറാഖിന്റെ കണക്ക്. അതിന്റെ പേരാ ശെബ, ഇന്നത്തെ യമൻ രാജ്യം. അടുത്തത് ദദാൻ, അതിന്റെ പേരാ ഏഡൻ രാജ്യം. അതിലേക്കൂടെ ചൈനയുടെ സിൽക്ക് പാത. തൊടാൻ സമയമില്ല. അടുത്തത് ദദാനും തർശീഷ് വർത്തകന്മാർ. ദദാൻ, ഏഡൻ രാജ്യം, തർശീഷ് വർത്തകന്മാർ. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന 5 രാഷ്ട്രങ്ങൾ ആർക്ക് സൈഡ്? 1 കേട്ടോ, അമേരിക്ക. 2 കാനഡ. 3 ഓസ്ട്രേലിയ. 4 ബ്രിട്ടൻ. 5 ഫ്രാൻസ്. ഇവരിത്രയും പേർ ഇസ്രയേലിന് സൈഡാ. കരമുയർത്താം. അതുകൊണ്ട് പലസ്തീനകത്ത് ആക്രമണം വന്നപ്പോൾ അമേരിക്കയിലെ ജോ ബൈഡൻ നേരെ അവിടെ ഇറങ്ങിച്ചെന്നു. കരം കൊടുത്ത് ഇസ്രായേലിലെ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, ഞങ്ങൾ കൂടെ ഉണ്ട്. ഉടനെ ബ്രിട്ടനിലെ റഷീ സുനക്, ദാണ്ട് ഇന്ത്യക്കാരൻ ഞാഞ്ഞൂല്, അവനും അവിടെ ചെന്നു. ഓസ്ട്രേലിയക്കാരന് വരാൻ പറ്റിയില്ല, കപ്പൽ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോൺ നേരെ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കൂടെയുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തവരാ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാഷ്ട്രങ്ങൾ ആരുടെ കൂടെ? ഇസ്രയേലിന്റെ കൂടെ കരമുയർത്തുന്നവർക്കായി. അതാ നിങ്ങളുടെ പത്രവാർത്ത മുഴുവൻ കണ്ടത്. അതുകൊണ്ട് ഇറാൻ എന്ന് കയറി ഇസ്രയേലിനെ അടിക്കാതെ അതിനോട് ചേർന്ന് അടുത്ത വാക്ക് വായിച്ചാട്ടെ. അതിലെ സകല ബാലസിംഹങ്ങൾ ഇസ്രയേലിനോട്. ബാലസിംഹങ്ങൾ ആരാ? 1 ഇന്ത്യ, 2 തൈവാൻ, 3 ജപ്പാൻ. ഈ ബാലസിംഹങ്ങൾ ഇസ്രയേലിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. സാമ്പത്തിക രാഷ്ട്രങ്ങൾ. അതിനാസ്പദമായിട്ട്
എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ BJPയുടെ ഭരണം വരുന്നത് ഇസ്രായേലിനോട് ചേരാൻ വേണ്ടിയാണ്. 1998 രണ്ട് MP-മാരെ BJPക്കുള്ളായിരുന്നു. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കറിയാമെന്ന് എനിക്കറിയത്തില്ല. ബഹുമാനപ്പെട്ട വാജ്പേയിയും അത് കഴിഞ്ഞിട്ട് LK അദ്വാനി ഇന്ത്യൻ പാർലമെന്റിനകത്ത് 2 MP-മാരെ ഉള്ളായിരുന്നു. പക്ഷേ BJP എങ്ങനെ ഭരണത്തിൽ വന്നു? ഇസ്രായേലിനോട് ഇന്ത്യ അടുക്കണമെങ്കിൽ ഇവിടെ ഭരണമാറ്റം വരണം. ഏകദേശം 2008 ധനുവച്ചപുരത്തിനകത്ത് കൊല്ലായിൽ ലൂതറൻ ചർച്ച്, അവിടെ ഞാൻ കൺവെൻഷൻ പ്രസംഗിക്കും. അവിടെ BJPക്കാരുടെ കോട്ടയാ. അവരെല്ലാം പ്രസംഗം കേൾക്കാൻ വന്നു. അവിടെ വെച്ച് കൊല്ലായിൽ വെച്ച് ഞാൻ ഇതേ വചനം എടുത്തിട്ട് പറഞ്ഞു, ഇന്ത്യയിൽ BJP ഭരിക്കുമെന്ന്. ആൾക്കാർ ഞെട്ടിപ്പോയി. പാസ്റ്റർ എന്തുവാ പറയുന്നത്? സ്വോത്രം. ഞാൻ പ്രസംഗിച്ചിട്ട് പോയി. സ്വോത്രം. പക്ഷെ സംഭവിച്ചത് എന്താ? ഇന്ത്യയിൽ BJP ഭരണം വന്നേ മതിയാകൂ. എന്താ കാര്യമെന്ന്? ഇസ്രായേലിനോട് ഇന്ത്യ ചേർന്ന് നിൽക്കണമെങ്കിൽ വേറൊരു ഗവൺമെന്റ് വന്നാൽ നടക്കത്തില്ല. അതിന് കാരണമായി നിങ്ങൾ കേൾക്കണം. കഴിഞ്ഞ ദിവസം എല്ലാവരും കേൾക്കണം. ഇസ്രായേലിന് നേരെ ആക്രമണം വന്നപ്പോൾ അമേരിക്കക്കാരനല്ല ആദ്യം ഫോൺ ചെയ്തത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. ഭായ് ഹം ലോഗ് ആപ്കാ സാത്ത് മേ, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന്. വാർത്ത വായിച്ചവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ആദ്യത്തെ ടെലിഫോൺ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ വിളിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അന്ന് ഏകദേശം എത്ര പേര് കയറിയെന്നറിയാമോ? 2400 ഹമാസിന്റെ പോരാളികൾ ഇസ്രായേലിൽ കയറി. അവരെ ഇറക്കാൻ യാതൊരു മാർഗവുമില്ല. ഇന്ന് ഇന്ത്യയുടെ ഭരണം നിയന്ത്രിക്കുന്ന ഈ രാഷ്ട്രീയക്കാരിൽ ഇവിടെ കിടന്ന് മൈക്ക് വിളിക്കുന്നവർക്കല്ല, അവർക്കൊന്നും അറിയത്തില്ല. ഇന്ത്യയുടെ ഭരണം നിയന്ത്രിക്കുന്ന 2 പേരാ. ഒന്ന് അജിത് ഡോവൽ, പ്രധാനമന്ത്രിയുടെ വലം കൈ. അത് കഴിഞ്ഞിട്ട് അമിത്ഷായോ, അത് കഴിഞ്ഞ് മോഡി സാറല്ല ഇന്ത്യ നയിക്കുന്നത്. ജയശങ്കർ, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി. നിങ്ങൾക്കറിയാമോ? വളരെ കരുത്തുറ്റ നേതാവായ S ജയശങ്കർ, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി. അദ്ദേഹം ഇസ്രായേലിലെ പ്രധാനമന്ത്രിയോട് പറഞ്ഞ, ഇന്ത്യയുടെ ആളുകളെ ഉണ്ട് കാശ്മീരിൽ എല്ലാത്തിനും റെഡിയാക്കുന്ന കമാൻഡോകളെ വേണേ വിട്ടുതരാന്ന് ഇസ്രായേലിലോട്ട്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് നാട്ടുകാർ കേൾക്കണം. അത്ര പവർ, സൂപ്പർ പവറായി ഇന്ത്യ. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും തള്ളുന്ന ആളല്ല, എല്ലാവരും ഞങ്ങളുടെ സ്നേഹിതരാ. അപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞു, S ജയശങ്കർ പറഞ്ഞു, ഞങ്ങൾ ആളെ തരാം. അതുകൊണ്ട് ഇസ്രായേൽ ഏത് കാര്യം വന്നാലും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് പറഞ്ഞു തരാം. കോവിഡ് കാലത്ത് എന്താ സംഭവിച്ചത്? നാട്ടുകാർ കേൾക്കട്ടെ. കോവിഡ് കാലത്ത് എന്താ സംഭവിച്ചത്? നമ്മൾ ചൈനയായിട്ട് കയ്യാല പ്രശ്നം ഉണ്ടായിരുന്നു. ചൈനയുടെ 44 പട്ടാളക്കാർ ഇന്ത്യക്കാർ ഞെരിച്ചു കൊന്നു കളഞ്ഞു. ചൈനക്കാരൻ വെച്ചുകൊണ്ടിരിക്കുകയോ. അന്ന് പറഞ്ഞ എന്താ തരാം? ചൈനയുടെ പ്രസിഡന്റ് പറഞ്ഞ ഷീ ജിൻപിങ് പറഞ്ഞതാ ഇന്ത്യയെ ശരിയാക്കുമെന്ന്. ഒറ്റ നമ്മുടെ കൂടെ ചായ കുടിച്ച് ഒരു നേതാക്കളും മിണ്ടിയില്ല. അമേരിക്കക്കാരനും റഷ്യക്കാരനും മിണ്ടിയില്ല. പക്ഷേ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യയെ തൊട്ടാൽ നീ വിവരം അറിയുമെന്ന് പറഞ്ഞു. കരം ഉയർത്തുന്നവർക്കായി സ്വോത്രം. അതുകൊണ്ട് ഈ BJPയുടെ ഇന്നത്തെ മന്ത്രിമാർ, ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും എല്ലാം പറയുന്നത് പുറകിൽ ആളുണ്ടായോണ്ടാ. സന്തോഷമില്ലല്ലോ, കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ഇപ്പം സജു ജാത്തൻ്റെ ഒരു സ്റ്റേജിൽ കയറി 4 കാര്യം പറയണേ, വെല്ലുവിളിക്കണം. നിങ്ങൾ വിചാരിക്കും ഞാനൊരു പാവപ്പെട്ടവനാ, എൻ്റെ പുറകിൽ ആളുണ്ടെങ്കിലേ ഞാൻ വെല്ലുവിളിക്കത്തുള്ളൂ, ഇല്ലേ മിണ്ടാതിറങ്ങിപ്പോ. സ്വോത്രം. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ലോകത്തിലെ ഏത് വലിയ പുള്ളി വന്നാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വൈകിട്ട് ചായക്ക് സൽക്കാരത്തിനിരിക്കും, എയർപോർട്ടിൽ പോകത്തില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി വന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. മേരാ ബായി ആകെയാ. കറിയാച്ചാനും തോമാച്ചാനും വന്നത് കരമുയർത്തുന്നവർക്കായി. ഇതാ യേശു പറഞ്ഞ അത്തി തളർത്തു കൊമ്പിളതായി. നാട്ടുകാരെല്ലാം കേട്ടോണം. ഇവിടെ കൂടി പഠിക്കുന്ന BJPക്കാർക്കോ ബാക്കിയൊന്നും അറിയത്തില്ല. ഞങ്ങളൊക്കെ ഇന്ന് ഇസ്രായേലോട്ട് സംസാരിക്കുന്ന ഇപ്പോൾ ഒരു സംഭവം നടക്കാൻ പോവുക. എന്താണെന്നറിയാമോ? ഇവർ അയൺ ഡോം ഇച്ചിരി പ്രശ്നമായി ഇസ്രായേലിൻ്റെ. അതുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ ഒരു കാര്യം കണ്ടുപിടിച്ചു. ശത്രു രാജ്യത്ത് നിന്ന് വരുന്ന വിമാനത്തെ കാട്ടാൽ ക്ഷേത്രത്തിനകത്ത് കതിനാവെടി ആകാശത്ത് വെടിവെക്കുന്ന പോലെ ഇസ്രായേൽ ഒരു ടെക്നോളജി കൊണ്ടുവരുന്നത്. ലേസർ ബീം, ക്യാൻസറിന് റേഡിയേഷൻ അടിക്കുന്ന പോലെ റേഡിയേഷൻ. 33,000 അടി ഉയരത്തിൽ നിന്ന് ദൂരെ നിന്ന് വരുന്ന വിമാനം ശത്രു രാജ്യത്തിൻ്റെ വിമാനമെങ്കിൽ അതിനെ തകർക്കാൻ ഇസ്രായേൽ ഒരു ടെക്നോളജി കൊണ്ടുവരുന്ന ലേസർ ബീം. കഴിഞ്ഞ ദിവസം മോഡി സാർ പറയാ, അബി ഫിർ മേ ഹക്കൂമത്ത് മേ ആയേഗാ, ഇസ്രായേൽ കാ ടെക്നോളജി ആം പക്കടേക്കാന്ന്. സന്തോഷമില്ലല്ലോ? നാട്ടുകാർ കേൾക്കണം. കാട്ടാക്കട വന്ന് കട്ടൻ ചായ കുടിക്കുകയല്ല. ഞാൻ ഇനിയും അധികാരത്തിൽ വന്നാൽ ഇസ്രായേലിൻ്റെ ടെക്നോളജി കൊണ്ടുവരും. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നത് എന്താണെന്നറിയോ? പാകിസ്ഥാനോട് ചൈനയോട് മര്യാദയ്ക്ക് ഇന്നലെ അടിച്ച് ശരിയാക്കുമെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇതൊക്കെ വായിക്കണം കേട്ടോ. കൂടെ ആളുണ്ടായിട്ടാ ഇസ്രായേലിൻ്റെ ടെക്നോളജി മുഴുവൻ. ഇന്ന് രാത്രി പണ്ട് ചാക്ക അന്താരാഷ്ട്ര വിമാനത്താവളം മഴ പെയ്താൽ വിമാനം ഇറങ്ങത്തില്ല, വിമാനം തിരിച്ചു വിട്ടു. ഇന്ന് കൊടുങ്കാറ്റടിച്ചാലും ചാക്കയെ വിമാനം ഇറങ്ങുന്നു. സന്തോഷമില്ലല്ലോ? റൺവേ മൊത്തം ആരുടെ കയ്യിലാണ്? ഇസ്രായേലിൻ്റെ ടെക്നോളജിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ, BJPക്കാർ കേൾക്കട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുഴുവൻ റൂട്ട് സംവിധാനവും IBയും റോയും ഒപ്പം ഇസ്രായേലിലൂടെ ചെയ്തു കൊടുക്കുന്നത്. അത്രയും ക്ലിയറായിട്ട് അവരുടെ സഹകരണം, ഭയങ്കര സഹകരണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എവിടം വരെ എത്തിയെന്ന് എനിക്ക് പോലും പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ വേറൊരു കാര്യം കേൾക്കണം. ഇവിടെ 12 നാവികർ
ഖത്തറെ തൂക്കാൻ വിധിച്ചു. 12 നാവികരെ തൂക്കാൻ വിധിച്ചു. മലയാളം കാണണം. തിരുവനന്തപുരത്തുകാർ ഒരു നാവികനും ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാം വായിച്ച് അങ്ങനെ ഒരു വാർത്ത കേട്ടായിരുന്നു. 12 നാവികരെ ഖത്തറിൽ തൂക്കാൻ വിധിച്ചൊരു കഥ വന്നു. സ്വോത്രം. അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കി. പലരും പറഞ്ഞ് അവരെ തൂക്കുമെന്ന്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഒന്നും സംഭവിക്കത്തില്ല. ഈ ജയശങ്കർ എന്ന് പറയുന്ന പുള്ളി താഴെ ഇറങ്ങാൻ സമയമില്ല, പ്ലെയിനകത്ത് യാത്ര ചെയ്യുമോ. അദ്ദേഹം ഇന്ത്യയുടെ കാര്യം ചെയ്ത അദ്ദേഹം ഖത്തറിലെ ഷേഖിനോട് പറഞ്ഞതാ, ഞങ്ങളുടെ 12 എണ്ണത്തിനെ തീർത്താൽ ഖത്തർ എന്ന് പറയുന്ന ഒരു രാജ്യം കാണത്തില്ലെന്ന്. കര ഉയർത്തിയാട്ടെ. പണ്ടത്തെ ഇന്ത്യയല്ല, 1400 ഫൈറ്ററാണ് ഇന്ത്യക്കുള്ളത്, 400 യുദ്ധക്കപ്പലുകളാണ് ഉള്ളത്. അമേരിക്ക പിൻവാങ്ങി മക്കളെ. പക്ഷേ സൗദിയുടെ കപ്പൽ യമനിനകത്ത് ഇന്ന് കടൽ കൊള്ളക്കാരെ നേരിടുന്നത് ഇന്ത്യൻ നാവിക സേന. കരമുയർത്തുന്നവർക്കായി. ഇത് പേപ്പർ വായിക്കണം മക്കളെ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവന് ഞാൻ അനുഗ്രഹിക്കും, കരമുയർത്തുന്നവർക്കായി. ഇസ്രായേൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ ഇസ്രായേൽ പറയുന്ന കാര്യമുണ്ട്? ലോക രാജ്യങ്ങളിൽ മുഴുവൻ ഞങ്ങളുടെ ആൾക്കാരെ പച്ചയ്ക്ക് കൊന്നപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ അവർ ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തത് കൊണ്ട് ഞങ്ങൾ ഇന്ത്യയോട് ചേർന്ന് നിൽക്കും, കരമുയർത്തുന്നവർക്കായി. അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത്, ഈ കൺവെൻഷൻ തീർന്നാൽ, ഇലക്ഷൻ കഴിഞ്ഞാൽ 80,000 കർഷക തൊഴിലാളികളെ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേൽ കൊണ്ടുപോകാൻ പോവുക. കണ്ടോണം, 80,000 പേര്. അവർക്ക് ഇനി ആളെ വേണ്ട. അവർ പറയുന്നു ഇന്ത്യക്കാർ മതി, 1 ലക്ഷം ശമ്പളം തരാം, ഫ്രീ ആയിട്ട് വിസ കൊടുക്കാൻ പോകുന്നു. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് വിമാനം വന്ന് നേരെ കയറ്റി കൊണ്ടുപോകാൻ പോകുന്നു. ആ ചർച്ച ഇസ്രായേലിൽ നടക്കുന്നു. ഇവിടെ തെരഞ്ഞെടുപ്പായതുകൊണ്ട് അത്രയും വലിയ ടെക്നോളജിയിൽ ഇവിടെ വന്നു. അതുകൊണ്ട് ഇന്ന് ഇന്ത്യ ആര്? രണ്ടാമത്. നിങ്ങൾക്കറിയാമോ, പാങ്ങോട് ഒരു മിലിറ്ററി ക്യാമ്പുണ്ട്. ഇടയ്ക്ക് അതിൽ വണ്ടി പോകുമ്പോൾ നിർത്തിയിട്ട് ഹിന്ദിക്കാരനോട് ചോദിക്കണം, ഇവിടെ ഇരിക്കുന്ന തോക്കെന്താ? ഇസ്കാ അന്തർ ക്യാ ബന്ദൂക്ക്. ഉടനെ പറയുന്നൊരു കാര്യമുണ്ട്, ഇതർ ഇസ്രായേൽ കാ ബന്ദൂക്ക്. ആ തോക്കിന്റെ പേരാ ടൈവർ ടാർ 21. കാർഗിൽ യുദ്ധം. ഇടയ്ക്ക് പേപ്പർ വായിക്കണം. അന്നമ്മ മറിയാമ്മയോട് ഒളിച്ചോടി പോയി വായിക്കാതെ ഇതൊക്കെ വായിക്കണം കേട്ടോ. അതിനകത്ത് കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെ അടിച്ച് തകർത്ത തോക്കാര് ഇസ്രായേലിന്റെ തോക്ക. മനസ്സിലാക്കണം. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സംഭവം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് രാത്രി നമ്മുടെ ഈ തുമ്പയ്ക്കകത്ത് ഒരു പ്ലാന്റ് ഉണ്ട്, ബ്രഹ്മോസ്. ആ ബ്രഹ്മോസ് പ്ലാന്റ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള മിസൈലിന്റെ പരിപാടിയാണ്. അതും ഇന്ത്യ ഇസ്രായേൽ. 4 പാകിസ്ഥാനിലെ ബാലാക്കോട്ട് ഭീകരാക്രമണം. ബാലാക്കോട്ട് ഭീകരാക്രമണത്തിൽ ഒരു സംഭവം നടന്നു. സകല എണ്ണത്തിന് ഇന്ത്യക്കാർ തകർത്തു. അതിന്റെ പേര് സ്പാരോ. ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്ഥലം മൊത്തം തീരുന്ന ബോംബ്. കഴിഞ്ഞ ദിവസമേ ഞാൻ ആറാട്ടുപുഴ IPCയുടെ കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അത്തിതളർത്തു കൊമ്പിളതായി. അപ്പം പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത, കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തൊരു പോലീസ് ഓഫീസർ, പട്ടാളക്കാർ CISFകാരും ഉണ്ട്. സ്വോത്രം. പുള്ളി ആരാന്നറിയാവോ? പാലട്ടുകണക്കാർ കേൾക്കണം. പുള്ളി കാശ്മീരിലെ വയർലെസ് ഓപ്പറേറ്റർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററെ, പണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, കാശ്മീരിൽ എന്നും വെടിവെപ്പ്, കാശ്മീർ ഭീകരാക്രമണം, ഇന്റർനെറ്റ് കട്ട് ചെയ്തു, ഭീകരൻ പിടിയിൽ. പുള്ളി എന്നോട് പറഞ്ഞ് സ്റ്റേജ് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹമായിരുന്നു കാശ്മീരിൽ വയർലെസിന്റെ മുഴുവൻ കൺട്രോൾ. ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇന്ത്യയുടെ സാധനങ്ങൾ മുഴുവൻ കാശ്മീർ മാറ്റി, ഇന്റർനെറ്റ് സംവിധാനങ്ങൾ മുഴുവൻ ഇസ്രായേലിൻ്റെ ആക്കി കാശ്മീരിനകത്ത്. കേട്ടോ, ഭീകരവാദികൾ സംസാരിക്കുന്ന മുഴുവൻ ഇസ്രായേൽ സോഫ്റ്റ്വെയർ കൊടുക്കുമായിരുന്നു. ഇപ്പം കണ്ടോ കാശ്മീർ എന്താ ഭീകരവാദികൾ കയറാത്തത്? അവർ കയറുന്നതിന് മുമ്പ് ഇവിടെ പടമെടുക്കുന്ന പോലെ ക്യാമറ കാണിക്കും. അതുകൊണ്ട് കാശ്മീർ സ്വാതന്ത്ര്യമായത്. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, കഴിഞ്ഞ ഇന്ത്യൻ മിലിറ്ററിയുടെ സകല സാധനങ്ങളും ഇസ്രയേലിൽ. യേശു പറഞ്ഞ പ്രവചനം അത്തിതളർത്തു കൊമ്പിളതായി. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടോ, ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു ശരിയായ കാര്യമല്ലെന്ന്. കരമുയർത്തുന്നവർക്കായി ആദ്യം അപലപിച്ചത് ഇന്ത്യ. എത്ര കാലമായി? ഇതാ ബൈബിളിന്റെ പ്രവചനം. ആരുടെ കൂടെ നിൽക്കും? ഇസ്രയേലിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. ഇന്ന് രാത്രി, ഇനി ഇലക്ഷൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ വ്യവസായി എലോൺ മസ്ക്, മൈക്രോ ചിപ്പ് വെക്കുന്നവർ ഇവിടെ വരാൻ പോവുക. മോഡി സാറിന് കൈ കൊടുക്കാൻ $300 കോടി വ്യവസായം ഇവിടെ കൊണ്ടുവരാൻ പോകുന്ന ഇസ്രയേൽ. എന്താ പറയുക, ടെസ്ലയുടെ കാർ കമ്പനി, ബാറ്ററി കാർ വളരെ ചീപ്പ് റേറ്റിന് ഇസ്രയേൽ ഇറക്കാൻ പോകുന്നു. ഒരു പക്ഷേ തിരുവനന്തപുരത്തോ മദ്രാസിലോ കമ്പനി ഓപ്പൺ ആക്കി തരും. അതുവരെ കാര്യമായി അവിടം വരെ എത്തി. ലോകത്തിന്റെ സംഭവം അത്തിതളർത്തു കൊമ്പിളതായി. സാധാരണ പുള്ളിയല്ല. അതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കണം, കഴിഞ്ഞ ദിവസം സർദാക്കന്മാർ പ്രശ്നം ഉണ്ടാക്കി. കാനഡ, ഇന്ത്യന്ന് നമ്മുടെ ഗുണ്ടുകാട് കൊട്ടേഷൻ ടീം പോകുന്ന പോലെ കാനഡയിൽ ചെന്ന് സർദാക്കന്മാരെ നേതാക്കന്മാർ ഇന്ത്യ കൊന്നിട്ട് വന്നു. കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. ഇതൊക്കെ പേപ്പറിനകത്ത് വായിക്കണം. കാനഡയിൽ പോയി ഖലിസ്ഥാൻ നേതാക്കൾ. ഈ പുള്ളി ഭയങ്കര സാധനമാണ്. അങ്ങനെ കണക്കൊരു ബുദ്ധിജീവി. ആര് കേട്ടാലും കുഴപ്പമില്ല. ജയശങ്കർ. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ശശി തരൂർ ഉണ്ടല്ലോ, സാധാരണ രാഷ്ട്രീയ നേതാക്കൾ, ഞങ്ങളുടെ ഭാഷമാർ അങ്ങോട്ട് പോയി ചക്രം മേടിക്കാനാണ് പോകുന്നത്. സന്തോഷമില്ലല്ലോ. രാഷ്ട്രീയക്കാരെ കണ്ടു കഴിഞ്ഞാൽ സാറ് പൈസ നട്ട് വോട്ട് തരാം. ഞാൻ
പേരൂർക്കട പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അജിയുടെ ഇതിലുണ്ട് ശശി തരൂർ 1-2 പ്രസംഗമല്ല കേട്ടത്, 16 പ്രസംഗമാ കർത്താവിൻ്റെ വരവ് കേട്ടത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ കൊണ്ട് എവിടുന്ന് നമ്പർ എടുത്ത് എന്നെ വിളിപ്പിച്ചു, നിങ്ങളെ ഒന്ന് കാണണമെന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം സാറ് കാണാൻ വരാം. പുള്ളി സാധാരണ പുള്ളിയല്ല ശശി തരൂർ, UN-ന്റെ മുൻ അണ്ടർ സെക്രട്ടറി, കരമുയർത്തുന്നവർക്ക് UN-ന്റെ മുൻ അണ്ടർ സെക്രട്ടറി ശശി തരൂർ. മോഡി സാറ് പോലും ഇത്രയും രാജ്യങ്ങളിൽ പോയിട്ടില്ല. അദ്ദേഹം എന്നെ കാണാൻ വന്നു, നല്ല പൊന്നാടയും തന്ന് 2 പുസ്തകവും തന്ന്. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതെല്ലാം അജി പടത്തിൽ വിട്. ശശി തരൂർ എന്നെ കെട്ടിപ്പിടിച്ച് പൊന്നാടയും തന്നിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് പാസ്റ്ററെ, ഞാൻ ഒരുപാട് പ്രസംഗം കേട്ടിട്ടുണ്ട്, ഞാനൊരു ഹൈന്ദവ സമൂഹത്തിലുള്ളതാ, ലോകത്തെ മുഴുവൻ എനിക്കറിയാം, UN അണ്ടർ സെക്രട്ടറിയാ, ഞാൻ പഠിച്ച കത്തോലിക്കര സ്കൂളിലാണ്, പക്ഷേ ഈ ബൈബിളിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പ്രസംഗങ്ങൾ കൂടിയാ. കരമുയർത്തുന്നവർക്കായി ലോകം പറയും നീ ഭോഷനെന്ന്, എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ലോകങ്ങളെ തേടിയിരിക്കുന്നു. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു.